നമ്മള് മൂന്നാമത്തെ ജുസാണ് ഇവിടെ പാരായണം ചെയ്ത് കേട്ടത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ തേർഡ് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ ചില ആയത്തുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും ഉണ്ട് ഈ ജുസയിന്. ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഈ ഒരു സൂറത്തിലാണ് അല്ലെ, ഈ ഒരു ജുസയിലാണ് അതുള്ളത്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആ ഒരു ആയത്ത് ഈ ഒരു തേർഡ് ജുസയിലാണ് വരുന്നത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ രണ്ട് പ്രകാശങ്ങൾ പറയുമ്പോൾ അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹയും രണ്ടാമത്തത് ആമന റസൂലാണ് അല്ലെ. അതും ഈ ഒരു ജുസയിലൂടെയാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഈ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള എന്നുള്ള നാമം അല്ലെ, ആ ഒരു നാമത്തിന് വളരെയേറെ ശ്രേഷ്ഠത ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെയുള്ള രണ്ടായത്തുകൾ ഈ ജുസയിൽ വരുന്നുണ്ട്. അത് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയുന്നു. വേറെ സൂറത്ത് ത്വാഹയിലെങ്ങാനും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു ജുസ് വളരെ ശ്രേഷ്ഠമായ ജുസ് ആണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരെ അല്ലെ തുടർന്ന് അല്ലാഹു തആല പിന്നെ പല പദവികളും നൽകിക്കൊണ്ട് ഓരോ പ്രവാചകന്മാരെ അയച്ചതും ഈസാ അലൈഹിസ്സലാമിനെ നിയോഗിച്ച ആ ഒരു കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം, നമ്മള് ഖുർആൻ പാരായണം ചെയ്യുമ്പോ ഇല്ലേ, നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ ഒന്ന് ഉണർത്തുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് അവിടെ ആ ഒരായത്ത് പാരായണം ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാൻ, എന്നിട്ട് പറ്റുമെങ്കിൽ തഫ്സീർ എടുത്തിട്ട് ആ ഭാഗം ഒന്ന് നോക്കാൻ. കാരണം അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുന്നല്ലേ, അള്ളാഹുവിന്റെ ആ വിളി എന്താണ് എന്ന് കേൾക്കാൻ, അതെന്താണെന്ന് അറിയാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് പ്രയോജനം ലഭിക്കും. നമ്മളിങ്ങനെ ഓതുമ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ ഓതി പോകുന്നതിനിടയിൽ ഇങ്ങനെയുള്ള ആയത്തുകൾ കാണുമ്പോൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്നൊന്ന് ശ്രദ്ധിച്ചാല് ഒരു പക്ഷേ നമ്മളെ ഖുർആനിന്റെ പാരായണത്തെ നമുക്ക് ഒരിത്തിരി കൂടി ആസ്വാദനം കൊടുത്തുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില ആയത്തുകൾ കാണുമ്പോൾ തോന്നൂല്ലേ ഇത് എന്താണ് റബ്ബ് പറയുന്നത് അറിയണം. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്ന് എടുത്ത് തഫ്സീറൊക്കെ ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. തഫ്സീറൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ഫോണിൽ തന്നെ നമുക്ക് എല്ലാ തഫ്സീർ ആപ്പുകളും ലഭിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ എന്താ അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ച് പറയുന്നത് എന്താ അറിയോ, വളരെ ശരിക്കും പറഞ്ഞാൽ ഈ ജുസയിന്റെ പ്രത്യേകത പറയുമ്പോൾ ഇവിടെ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് മാത്രമല്ല പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ലോങ് ആയിട്ടുള്ള അല്ലെ ഏറ്റവും വലിയ ആയത്തും ഈ ഒരു ജുസയിലാണ് വരുന്നത്. ആയത്തുദ്ദീൻ എന്ന അറിയപ്പെടുന്ന ആ കടമായി ബന്ധപ്പെട്ട ആയത്ത് ഈ ഒരു ജുസയിലാണ് അല്ലെ. ഒരു പേജ് മുഴുവനും ആ ഒരു ആയത്ത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ചെലവഴിക്കുന്ന വിഷയം അല്ലാഹു തആല നമ്മളോട് ഉണർത്തുന്നത് എന്താ അറിയോ, അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തു വലാ ശഫാഅ. നമുക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കാൻ എപ്പോഴും ചെലവഴിക്കുന്ന വിഷയം വരുമ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെലവഴിക്കാൻ നമ്മളോട് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹു തആല എന്താ പറഞ്ഞെന്നറിയോ, നിങ്ങൾക്ക് അള്ളാഹു തആല റിസ്ഖായിട്ട് നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം എന്ന്. അപ്പൊ നമുക്ക് തന്നതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അള്ളാഹു തആല റിസ്ഖ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ സമ്പത്തും സുഖ സൗകര്യങ്ങളും മാത്രമാണെന്ന് വിചാരിക്കരുത്. നമുക്ക് അള്ളാഹു നൽകിയ ഈ ഒരു സംസാരിക്കാനുള്ള ഈ കഴിവുണ്ടല്ലോ, അതൊരു റിസ്ഖാണ് അല്ലേ. നമുക്ക് അറിവ് എന്നുള്ളത് അതെന്താണ്, അത് റിസ്ഖാണ്. അപ്പൊ അതിൽ നമ്മൾ എന്താക്കണം, അതിൽ നമ്മൾ ചെലവഴിക്കൽ നമ്മളെ മേൽ നിർബന്ധമാണ് അല്ലേ. ഓരോ കാര്യങ്ങളും അള്ളാഹു തആല നമുക്ക് നൽകി ഓരോ അനുഗ്രഹങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ, അതൊക്കെയും അള്ളാഹു തആലന്റെ റിസ്ഖാണ്. അപ്പൊ അതുകൊണ്ട് ചെലവഴിക്കുക എന്നുള്ളത് നമുക്ക് അള്ളാഹു തരുന്ന ആരോഗ്യം, നമുക്ക് തരുന്ന സമയം എല്ലാം എന്താണ് അള്ളാഹു തആലന്റെ റിസ്ഖ്. അള്ളാഹു നമുക്ക് തരുന്ന റിസ്ഖാ. അത് നമ്മളെ മനസ്സിലായി. നമ്മളെ മക്കള് അല്ലെ,
സുബ്ഹാനല്ലാഹ്. അതിനെങ്ങനെ നമ്മൾ ചെലവഴിക്കുക? നമ്മൾ അവരെ ദീൻ ദീൻ പഠിപ്പിക്കണം, മതം പഠിപ്പിച്ച് ദീനിയായ വഴിയിലൂടെ നമ്മൾ കൊണ്ടുപോകണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ എവിടെ നമ്മൾ ചെലവഴിക്കേണ്ട ആയത്തുകൾ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ കാണുന്നോ അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റിസ്ക് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, നിങ്ങൾക്ക് അള്ളാഹു റിസ്ക്കായിട്ട് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. എപ്പോ നമുക്കൊരു ദിവസം വരാനുണ്ട് ല്ലേ, ഒരു കച്ചവടമോ ഒരു ക്രയവിക്രയങ്ങളോ ഒന്നും ഉപകാരപ്പെടാത്ത അങ്ങനെ അതൊന്നും ഇല്ലാത്തൊരു ദിവസം വരാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെലവഴിക്കണം എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കാം. പിന്നെ നമുക്കറിയാലേ ആയത്തുൽ കുർസി വളരെ വളരെ ശ്രേഷ്ഠമായ, അള്ളാഹുവിനെ ഈ ഒരു ആയത്ത് ഇത്രയും ശ്രേഷ്ഠമാകാൻ കാരണം തന്നെ അതിൽ മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചാ പറയുന്നത് അല്ലെ. അള്ളാഹു തആലയെ കുറിച്ച് മാത്രമാ പറയുന്നത്. അള്ളാഹുവിന്റെ മാത്രം സിഫത്തുകളാ ഇവിടെ പറയുന്നത്. നമുക്ക് ഇല്ലേ ഒരിക്കലും ഒരു സൃഷ്ടിക്കും വകവെച്ച് കൊടുക്കാൻ കഴിയാത്ത അത്രയും ശ്രേഷ്ഠമായ സിഫത്തുകൾ നമുക്കറിയാലേ. ലാ തഖുദുഹു സിനതും വലാ നൗം, ഒരു ഉറക്കമോ ഒരു മയക്കമോ ബാധിക്കാത്തവനാണ്. അൽ ഹയ്യുൽ ഖയ്യൂമാണ് ല്ലേ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അപ്പൊ ആയത്തുൽ കുർസിന്റെ ഒക്കെ പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതിന്റെ ഒക്കെ വിശദീകരണങ്ങൾ നമ്മൾ അറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ അള്ളാഹു തആല എന്താ പറയുന്നത്, ഒരിക്കലും മതത്തിൽ എന്തില്ല, ഒരു ബലാത്കാരമില്ല അല്ലെ. നമ്മളോട് നിർബന്ധിച്ച് ചെയ്യാനൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള കഴിവ് അള്ളാഹു തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിശാചിനെ അനുസരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് 257 ആയത്തിലുണ്ടല്ലോ, ശരിക്കും ഭയങ്കര ഹൃദയസ്പർശിയായ ഒരു ആയത്ത്, നമുക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ആയത്ത്. കാരണം അള്ളാഹു തആല പറയുന്നത് അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു വിശ്വാസികളുടെ വലിയാണ്. നമ്മളെ വലിയാകാന്ന് പറയല്ലേ, നമുക്ക് അള്ളാഹുവിന്റെ വലിയകളാകണ്ടേ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളാകണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നില്ലേ അല്ലെ. അപ്പൊ അള്ളാഹു വിശ്വാസികളുടെ വലിയ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അല്ലെ. അള്ളാഹു തആല എന്താക്കുന്നു, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. നമ്മളൊരിക്കലും അതിന് ശേഷം പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ പെട്ടുപോകാൻ പാടില്ല അല്ലെ. ഔലിയാഉഹും താഗൂത്തിന്റെ ശൈത്താന്റെ വലിയകളാകാൻ ഒരിക്കലും നമ്മൾ പാടില്ല. അങ്ങനെ നമ്മൾ ആയാൽ നമുക്ക് നേരെ വിപരീതമാണ് ഫലം ഉണ്ടാവുക അല്ലെ. യുഖ്രിജൂനഹും മിനന്നൂരി ഇല ദുലുമാത്ത്, വെളിച്ചത്തിൽ നിന്ന് നമ്മളെ ഇരുട്ടിലേക്കാ കൊണ്ടുപോകാം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ വലിയകളാകാൻ, ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ വലിയകളായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയായിട്ട് നാളെ നമ്മളെ കൂടെ ഇന്നും നാളെയും ഒക്കെ ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു സംഭവം പറയുന്നുണ്ട് അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും നമ്രൂദും തമ്മിലുള്ള ഒരു വാദപ്രതിവാദം ഇബ്രാഹിമിനെ അല്ലെ വാദിച്ച സമയം അയാള് പറഞ്ഞത് എന്താണ്, ഞാനാന്ന് അല്ലെ റബ്ബ് എനിക്ക് പിന്നെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് വാദിച്ച സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നല്ലേ, എന്റെ റബ്ബ് ജീവിപ്പിക്കും മരിപ്പിക്കും. അപ്പൊ അയാള് ആരെയോ കൊന്നിട്ട് പറഞ്ഞു ഞാനിതാ കൊന്ന് മരിപ്പിച്ചു, വേറൊരാളെ പിന്നെ കൊല്ലാതെ വിട്ട് അവരെ ജീവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാദിച്ച സമയത്ത് ഇബ്രാഹിം നബി പറയുന്നുണ്ട് എന്ത്, എന്റെ റബ്ബ് 258 അതായത് എന്റെ റബ്ബ് സൂര്യന് കിഴക്കിൽ നിന്നാ ഉദിപ്പിക്കുന്നത്, നീ എന്നാ പടിഞ്ഞാറിന് ഉദിപ്പിക്ക്. അപ്പോഴേക്ക് അവൻ എന്തായിപ്പോയി, ആകെ പരാജയം അടഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി അല്ലെ. ആണല്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ. അതുപോലെ അതിനെ തുടർന്ന് മറ്റൊരു സംഭവം ഉസൈർ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് 259 ആയത്തിൽ പറയുന്നത്. സത്യത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം ഈ ഓരോ ആയത്തുകളും നമുക്ക് ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ അറിയിച്ചു തരുന്ന. ഞാൻ കുറേ കാലം മുമ്പ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കഥ ഞാൻ കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായില്ല. അങ്ങനെയൊന്നും ഉണ്ടാവൂല. പക്ഷെ അത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ് എന്നുള്ളത് ഞാൻ ഈ സൂറത്തുൽ ബഖറ പഠിക്കുമ്പോഴാണ് അറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അവിടെ പറയുന്നത് എന്താ അറിയോ, ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു നാട് അങ്ങനെ അങ്ങ് നിലംപരിശായി കിടക്കുന്ന കണ്ടപ്പോ അവർക്ക്, അതായത് ഈ ഉസൈർ അലൈഹിസ്സലാം അദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെയാ അന്നായുഹിഹാദിഹില്ലാഹു ബഅദ മൗതിഹ, എങ്ങനെ ഇത് ജീവിക്കാം. അപ്പൊ അല്ലാഹു തആല അദ്ദേഹത്തെ മരണപ്പെടുത്തി
100 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ജീവിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭക്ഷണം, പിന്നെ അതുപോലെ കഴുത, അങ്ങനെയൊക്കെ ഉള്ളത് കൂടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ പിന്നെ ഏഹ് അതൊക്കെ എന്താണ്, പിന്നെ ഭക്ഷണം അതുപോലെ കിടക്കുന്നു, പിന്നെ എന്നാ കഴുത പിന്നെ ചത്ത് പിന്നെ ഇതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അള്ളാഹു തആല ദൃഷ്ടാന്തമാക്കി മനുഷ്യർ കാണിച്ചു തരുന്നതാണ് അല്ലെ. എന്നിട്ട് അതിനെ ജീവിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പിന്നെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും പിന്നെ പഠിക്കണം. ശരിക്കും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അള്ളാഹുവിനെ ശരിക്കും കണ്ടറിയാൻ നമുക്ക് സാധിക്കും. ശരിക്കും കണ്ടറിയാൻ സാധിക്കും അല്ലെ. ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിന് എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ട് എന്ന്. അങ്ങനെ ഓരോ ബോധ്യപ്പെടുത്തലുകളാണ് സുബ്ഹാനല്ലാഹ്. പിന്നെ അതിനെ തുടർന്ന് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു കാര്യം അള്ളാഹിനോട് ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ. അള്ളാഹുവെ, എനിക്കൊന്ന് കാണിച്ചു തരാം 260-ാമത്തെ ആയത്തില് റബ്ബെ, എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാം അല്ലെ. അപ്പോ പിന്നെ ഇബ്രാഹിം നബിനോട് അള്ളാഹ് ചോദിക്കുന്നത്, നിനക്കെന്താ വിശ്വാസം ഇല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ഉണ്ട് റബ്ബെ, എന്നാലും എനിക്കൊരു സമാധാനത്തിന് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന്. അന്നേരം അദ്ദേഹത്തോട് ഇല്ലെ ഒരു പക്ഷിയെ എടുക്കാനും അതിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് ഒരു 4 പർവ്വതങ്ങളിൽ കൊണ്ടുവെക്കാനും എന്നിട്ട് പിന്നെ അതിനെ വിളിക്കാൻ അത് പറന്നു വരുന്ന ആ ഒരു ചരിത്രം സുബ്ഹാനല്ലാഹ് അല്ലെ. അവിടെ ഒക്കെ നമ്മളെ അറിയിക്കുന്ന അല്ലാഹു തആല എന്ത്, വഅലം വഅലം, നീ അറിയണം എന്ത്, അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു അസീസാണ്, ഹകീമാണ്, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളത്. പിന്നെ അതിനെ തുടർന്നുള്ള ആയത്തുകൾ എല്ലാം തന്നെ നമ്മൾ ചെലവഴിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണ് സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിലും അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന ധനം. 261-ാമത്തെ ആയത്തില് അല്ലാഹു തആല പറയുന്നത് ഒരു ധാന്യമണിയോടാണ് അവിടെ ഉപമിക്കുന്നത്. അള്ളാന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരെ ഒരു ധാന്യമണി അല്ലെ, കമസിലി ഹബ്ബ അംബതത് സബ്അ സനാബിൽ, ഒരു ധാന്യം അതെന്താകുന്നു, 7 കതിരുകളാകുന്നു. 7 കതിരുകളാകുന്നു അല്ലെ. ആ 7 കതിര്, ഓരോ 7 കതിരുകളിലും 100 ധാന്യമണികൾ. പിന്നീട് അള്ളാഹു തആല അത് അവൻ ഉദ്ദേശിക്കും പ്രകാരം ഇരട്ടി ഇരട്ടിയായി നൽകുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് അള്ളാഹു തആല നൽകിയ അള്ളാഹു തആല നൽകുന്ന പിന്നെ പ്രതിഫലത്തിന്റെ കണക്ക് അത് നമുക്ക് അറിയൂല. അതാണ് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ധനം ചെലവഴിച്ചാല്, നമ്മൾ സദഖ ചെയ്യുമ്പോ അള്ളാഹു തആല അത് ഇരട്ടിയാക്കി തരും എന്ന് പറയുന്നതാ. പിന്നെ അതുപോലെ തന്നെ ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുത്ത ആളെ ഒരിക്കലും അത് കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല വാക്ക് പറയാന്നുള്ളത് അതും ഏറ്റവും നല്ല സദഖയാണ്. പിന്നെ സദഖ നമ്മൾ പാഴായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അവിടെ അത് പാഴായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അതിന്റെ ഉദാഹരണം പറയുന്നത് ഒരു പാറയുടെ മുകളിൽ ഒരു കുറച്ച് മണ്ണ് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് അങ്ങനെ ഒഴുകി പോവില്ലേ, അവിടെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ആയിരിക്കും. അതായത് അള്ളാന്റെ തൃപ്തി ആഗ്രഹിക്കാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സദഖ ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊന്നും ഉണ്ടാവില്ല പ്രതിഫലം. നേരെ മറിച്ച് അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുന്നവർക്ക് പല വിധത്തിൽ അള്ളാഹു തആല ഉപമ പറയുന്നല്ല, ഉയർന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തോട്ടങ്ങളിൽ നല്ല വിളവ് ലഭിക്കൂലേ, അതുപോലെയാണ് അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെലവഴിക്കുന്നവരുടെ ഉപമ പറയുന്നത്. പിന്നെ പറയുന്നത് വീണ്ടും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പിന്നെ എടുത്തു പറയുന്നുണ്ട് 267-ാമത്തെ ആയത്തില്. യാ അയ്യുഹല്ലദീന ആമനു, അവിടെ എന്താ പറയുന്നറിയോ, നേരത്തെ നമ്മള് പിന്നെ തുടക്കത്തിൽ കണ്ടില്ലേ സുബ്ഹാനല്ലാഹ്, അവിടെയും യാ അയ്യുഹല്ലദീന ആമനുവാ പറഞ്ഞല്ലേ 254-ല്. ഇവിടെ 267-ല് ഇവിടെയും അൻഫിഖൂ എന്നാ പറയുന്നത്. പക്ഷെ എന്താ പറയുന്നറിയോ, മിൻ ത്വയ്യിബാതി മാ കസബ്തും, അതായത് നമ്മൾ സമ്പാദിച്ചതിൽ നിന്ന് ഏറ്റവും ത്വയ്യിബായി നല്ലത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ചെലവഴിക്കുമ്പോ നമ്മൾ നല്ലത് കൊടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകും. ചീത്തയും പിന്നെ നല്ലതും ചീത്തയും കലർത്തി പിന്നെ ഇടകലർത്തി കൊടുക്കരുത്. അതുപോലെ തന്നെ നമുക്കിപ്പോ ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോ നമ്മൾ ഇഷ്ടമില്ലാണ്ട് ഒരു വാങ്ങുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ, നമുക്ക് ഇഷ്ടമില്ലാണ്ട് വാങ്ങുക. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത വേറൊരാളെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല, വാങ്ങിപ്പിക്കാൻ പാടില്ല, അതായത് നമ്മൾ കൊടുക്കാൻ പാടില്ല.
ഉം ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലർക്ക് ഉപകാരപ്പെടുന്നതുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ പ്രതിഫലം ഉണ്ട് കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും നമ്മൾ ഏറ്റവും നല്ലതിനെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 268-ാമത്തെ ആയത്തില് അല്ലാഹു തആല പറയുന്നുണ്ട് അറിയോ, പിശാച് ഉണ്ടല്ലോ, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ, നമ്മളല്ലേ കൊടുക്കുമ്പോ പിശാച് നമ്മളെ പിന്തിരിപ്പിക്കും. അവൻ നമ്മളെ ദാരിദ്ര്യം പറഞ്ഞിട്ട് പേടിപ്പിക്കും എന്നാ പറയുന്നത്. അതായത് കൊടുക്കല്ലേ കൊടുക്കല്ലേ, ഇത്ര കുറെ കൊടുത്താൽ തീർന്നു പോകൂലേ അല്ലേ, സ്വർണത്തിനല്ലേ സക്കാത്ത് കൊടുക്കുമ്പോ മിക്ക ആളുകൾക്കും അത് സ്വർണത്തിൽ നിന്ന് തന്നെ കൊടുക്കണോ വേറെ കൊടുത്താൽ മതി, അതിങ്ങനെ കൊല്ലം കൊല്ലം കൊടുക്കുമ്പോ പിന്നെ തീർന്നു പോകൂലേ അല്ലെ, ഇത് തീർന്നാൽ എന്താ കുഴപ്പം, ഇത് ചിന്തിച്ചു നോക്ക്, നമ്മളെന്തിനാ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്, സഹാബാക്കളെല്ലാം എന്തെങ്കിലും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പറയുന്നത്. അതൊക്കെ നമ്മൾ കേട്ട്, ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് പിന്നെയും പിന്നെയും നമ്മൾ ഇഷ്ടപ്പെട്ടത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നില്ലേ. അള്ളാഹു വിശാലമായ ഹൃദയങ്ങളുടെ ഉടമകളാക്കി തരട്ടെ. അള്ളാഹ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്കൊക്കെ തന്നെ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ലത് നമ്മൾ ചെലവഴിക്കുക. ഒരിക്കലും ദാരിദ്ര്യം നമ്മൾ ഭയപ്പെടാൻ പാടില്ല. കാരണം എന്താ, അള്ളാഹു തആല നമുക്ക് നമ്മള് ചെലവഴിക്കുമ്പോൾ അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയായിട്ട് തരും എന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ അത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ സദഖ ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്നാൽ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ജനങ്ങളോട് ഇങ്ങനെ വിഷമമുള്ള ആൾക്കാർ, ഫക്കീറുകൾ ഉണ്ടാവുമല്ലോ, അവര് വെറുതെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഇതാക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതും പറയുന്നുണ്ട്. ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ പോയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം അത്ര നല്ലതല്ല. പിന്നെ ഇവിടെയൊക്കെ കടന്നു വരുന്ന ഒരായത്തുണ്ടേ, അതെന്താ അറിയോ, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അത് നേരത്തെ പറയുമ്പോഴൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് സ്ഥലത്ത് ഈ ഒരു ഭാഗത്ത് രണ്ട് പേജിലും കടന്നു വരുന്ന ഒരായത്താണ്. അതായത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ചെലവഴിക്കുന്ന ഒരാളെയും അതിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ചെയ്യാത്ത ഒരാൾക്ക് അവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അതുപോലെ തന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ രാവും പകലും ചെലവഴിക്കുക, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുക. അങ്ങനെയുള്ളവർക്കും അല്ലാഹു തആല വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പൊ ഇവിടൊക്കെ ചെലവഴിക്കുന്ന വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു തആല പലിശയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് 275-ാമത്തെ ആയത്തിൽ. സുബ്ഹാനല്ലാഹ്, എത്ര വ്യക്തമായിട്ടും കൃത്യമായിട്ടുമാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. പക്ഷെ ജനങ്ങൾ അതിലേക്ക് ഉൾക്കൊള്ളുന്നില്ല, അതിനെ മനസ്സിലാക്കുന്നില്ല. പലിശയിലേക്ക് നമ്മൾ പെട്ടാല് അത് നമുക്ക് അവൻ എന്താ അല്ലാഹു തആല പറയുന്നറിയോ, ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാചിന്റെ ആ ഒരു പ്രഹസനം കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞു വീണ പോലെ ആയിരിക്കും അവൻ ഉണ്ടാവാൻ. പിന്നെ ഒരിക്കലും ബൈഉം റിബയും ഒന്നല്ല അല്ലെ. നമ്മളൊരു എന്ത് ബുദ്ധിമുട്ട് വന്നാലും പലിശയിലേക്ക് പോകൂല. നമ്മളൊരു തീരുമാനം എടുത്ത് നോക്കിയാട്ടെ, ഹറാം എന്ന് വെച്ചാൽ ഹറാം തന്നെയാണ് അല്ലെ. ഈ പലിശയുമായി ഇടപാട് പറയുന്നുണ്ട് അറിയോ, അത് ഒരു തരത്തിലും അതിലൊരു വർധനം ഉണ്ടാവില്ല പലിശ. എന്നാൽ സദഖയാണെങ്കിലോ അത് അല്ലാഹു തആല ഇങ്ങനെ വർദ്ധിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നവരും. പലിശയോ നാശം എന്ന് പറഞ്ഞാൽ നാശം. ഞാൻ എത്രയോ ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ട് ഈ പലിശ ഇടപാടില് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പം മകളെ കല്യാണം വന്നപ്പോ അല്ലെങ്കിൽ വീട് ഒന്ന് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ ആയിരിക്കും ഈ ലോൺ എടുത്തിട്ടുണ്ടാകാം. എന്നിട്ടോ പിന്നെ അത് അടക്കാൻ പറ്റാണ്ട് പിന്നെ നമ്മളെ സമ്പത്തിലില്ലേ ഒരു ഹൈറും ഉണ്ടാവില്ല. ഈ പലിശ നമ്മൾ ഇടപെട്ട സ്വർണം കൊണ്ടുപോയി പണയം വെക്കും. എന്നാലില്ലേ അവിടെ പിന്നെ അതിനുശേഷം നമുക്കൊരു ബർക്കത്ത് ഉണ്ടാവില്ല. കാരണം ഹറാമിലാണ് നമ്മൾ പോയത്. അള്ളാഹുള്ള വിശ്വാസത്തെ നമ്മൾ അവിടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റുള്ള ഇതിലേക്കുള്ള ആൾക്കാർ പറയും എന്തേ, ആരോട് ചോദിക്കുക, ആരെ ഇപ്പൊ തരാ. നമ്മളില്ലേ നമ്മളടുത്ത് ഉള്ളതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. എന്തിനാ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്? അതിലെന്ത് ഹൈറാ ഉള്ളത്? അതിലൊരു ഹൈറും ഇല്ല. എന്ത് വന്നാലും ഞാൻ പലിശയിലേക്ക് പോകില്ല നമ്മൾ തീരുമാനം എടുത്താലില്ലേ അള്ളാഹു തആല നമ്മളെ സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. അതാണ് അള്ളാഹു തആല പറയുന്നത്. എന്നാൽ ഈ ഒരു പലിശ ഇടപാട് നടത്തുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തആല എന്താ പറയുന്നറിയോ, അള്ളാഹിനോടും റസൂലിനോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പലിശ ഇടപാടിൽ ചെന്ന് ചാടുന്ന ആളുകള്
അള്ളഹാനോടും റസൂലിനോടുമാണ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അത്രയും ഗൗരവമാണ് അല്ലെ. ചെറിയ പലിശ പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാളും ഭയങ്കരമായ അക്രമമായ ഒരു പ്രവർത്തനാന്ന് പറയുമ്പോൾ എന്തിനാ മനുഷ്യന്മാർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതിലേക്ക് പോയി പെടുന്നതിലെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമ്മളില്ലേ, നമുക്കൊരു വിശ്വാസം ഹൃദയത്തിൽ ഉറക്കണം. ഞാൻ ഏത് അവസ്ഥയിലായാലും എന്നെ സഹായിക്കാൻ എന്റെ റബ്ബുണ്ട് എന്നൊരു വിശ്വാസവും പരിപൂർണമായ റബ്ബിലെ തവക്കുലും നമ്മളിൽ ഉണ്ടെങ്കിൽ ഫഹുവ ഹസ്ബുഹു എന്ന് പറഞ്ഞ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലെ, നമ്മൾ പറയണം എന്ത് അവസ്ഥയിലും ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് എന്റെ അല്ലാഹ് മതി, വേറൊന്നും എനിക്ക് ഒന്നും ഇല്ലേ. ഒരാളും നമ്മളെ സഹായിക്കൂല. നമ്മൾ അതല്ലേ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും മൂസ അലൈഹി സ്വലാമിന്റെയും യൂസുഫ് സ്വലാമിന്റെ ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പാടെന്താ, അവർ അള്ളാഹുവിന് പൂർണ്ണമായും തവക്കുൽ ചെയ്തു. നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ചരിത്രങ്ങൾ നമ്മൾ അറിയുമ്പോൾ എല്ലാം പൂർണ്ണമായി റബ്ബിൽ തവക്കുൽ ചെയ്യുമ്പോൾ അള്ളാഹിന്റെ സഹായം അത് പ്രതീക്ഷിക്കാത്ത വിധത്തിലല്ലേ, പല വിധത്തിൽ അള്ളാഹു താല സഹായിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഒരിക്കലും ഈ പരീക്ഷ ഇടപാടുകളിൽ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം കേട്ടാ. അവിടെയും യാ അയ്യുഹല്ലദീന ആമനു അള്ളാഹു താല വീണ്ടും പറയുന്നുണ്ട് അള്ളാഹിനെ സൂക്ഷിക്കാൻ. പലിശയിൽ നിന്നുള്ള മൊത്തം ഒഴിവാക്കാൻ. കുന്തും മുഅ്മിനീൻ, വിശ്വാസികളാണെങ്കിൽ ആ പലിശ സംബന്ധമായ ഇടപാടുകൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാ പറയുന്നത്. അതില് നമ്മൾ എളുപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ല്ലെ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരു ദിവസത്തെ നമ്മൾ ഭയപ്പെടണം. കാരണം നമ്മൾ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണെന്ന ആ ഒരു ചിന്ത. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഹറാമികൾക്കൊക്കെ പോയി പെടുന്നത്. ഈ ദുനിയാവിന് നമ്മൾ എന്തിനാ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയല്ലേ, ജനങ്ങളെ മുമ്പിൽ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടല്ലേ ഈ സൗകര്യങ്ങളൊക്കെ. എല്ലാ സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയാലോ ഭയങ്കര സമാധാനം സ്വസ്ഥതയിട്ടു നമുക്ക് കിട്ടുന്ന ഇതിൽ അള്ളാഹിന്റെ ബർക്കത്ത് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോ അറിയുമ്പോ നമ്മൾ തീരുമാനം എടുക്കണം. നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. എന്ത് വന്നാലും ഒരു ഹറാമിലേക്ക് ഞാൻ പോകൂല റബ്ബേ, അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ അള്ളാഹ് എന്തായാലും ആ ഒരു വിശ്വാസം നമ്മളൊക്കെ ഇല്ലേ, അത് ഉറച്ച വിശ്വാസമാകണം. ഹൃദയത്തിൽ തട്ടിക്കൊണ്ടുള്ള ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കി. അത് നമ്മളെ തൗഹീദിന്റെ ഭാഗം. വേറൊരാളും നമുക്ക് ആവശ്യമില്ല, അള്ളാഹ് മതി. അങ്ങനെ നമ്മൾ തീരുമാനം എടുത്തി. രാവിലെയും വൈകുന്നേരം നമ്മൾ പറയുന്നില്ല ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്നല്ല. ഇതിങ്ങനെ വെറുതെ ചൊല്ലി പറയാനുള്ളതല്ല. അത് നമ്മളെ ഹൃദയം കൊണ്ട് നമ്മൾ പറയണം. എനിക്ക് എന്റെ റബ്ബ് മതി, എന്ത് വന്നാലും ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. ഈ ഒരു ദിക്ർ നമ്മളെ കൂടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വെച്ച് നോക്ക്. അള്ളാഹ് സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. അത് നമുക്ക് വിശ്വാസം വേണം. പിന്നെ വീണ്ടും അള്ളാഹു തആല യാ അയ്യുഹല്ലദീന ആമനു അല്ലെ, ആ ദൈൻ ആയത്തുദ്ദീൻ എന്നറിയുന്ന 286 ആയത്ത് അള്ളാഹു തആല എന്താ പറയുന്നത്? അവിടെ വലിയ വിശദമായ ഒരു കാര്യമാണ് അല്ലെ. നമ്മളെ ജീവിതത്തില് പിന്നെ കടമിടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ രേഖ വേണം എന്നുള്ളതാണ്. അതില് കൊടുക്കുന്ന ആള് വാങ്ങുന്ന ആളൊക്കെ എഴുതി വെക്കണം. പിന്നെ സാക്ഷിയുടെ വിഷയത്തില് പുരുഷന്മാർ 2 പേര് ഇല്ലെങ്കിൽ പിന്നെ ഒരാള് പുരുഷൻ ഒരാളാണെങ്കിൽ അവർ ഇല്ലെങ്കിൽ പിന്നെ 2 പുരുഷനും ഒരു പിന്നെ അല്ല 2 പുരുഷൻക്ക് അല്ല സോറി ഒരു പുരുഷൻക്ക് 2 സ്ത്രീ എന്നുള്ള നിലക്ക് സ്ത്രീകളും പിന്നെ സാക്ഷി നിൽക്കുക, ആ ഒരു വിഷയം വരുന്നുണ്ട്. പിന്നെ പിന്നെ അതില് ഇവരെ സംശയിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, ഈ എഴുതി വെക്കുന്ന ആളെ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ കടമിടപാടുകൾ നമ്മൾ കൃത്യമായി അത് രേഖ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനമാണ് നമുക്ക് ആയത്തിലൂടെ അല്ലാഹു തആല തരുന്നത്. പിന്നെന്താ പറയുന്ന അറിയോ? അല്ലാഹു തആല പിന്നെ നമ്മളെ അറിയിച്ചു തന്നത് ലില്ലാഹി മാഫി സമാവാതി വൽ അർദ് 284 അല്ലെ. ആകാശഭൂമികളിൽ അള്ളാഹുവിനാണ്. നമ്മൾ എന്തൊന്ന് രഹസ്യമാക്കിയാലും മറച്ചു വെച്ചാലും പിന്നെ ഇതാക്കിയാൽ എല്ലാം അള്ളാഹു തആല എന്താണ് അതിനെല്ലാം കണക്ക് നോക്കും. എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും, അവർ ഉദ്ദേശിക്കുന്നവർ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു തആല വീണ്ടും അത് നമുക്ക് അറിയിച്ചു തരാം.
പിന്നെ നമുക്കറിയാം 285, 286 ആയത്തുകള് ആമന റസൂൽ എന്നറിയപ്പെടുന്ന നമ്മൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന അല്ലെ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ആ രണ്ടായത്തുകൾ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് തന്നെ മതി എന്ന് പറയുന്നത്. രാത്രി മുഴുവനും നമസ്കരിച്ചതിനും എല്ലാറ്റിനുമുള്ള അത്രയും പ്രതിഫലം കിട്ടുന്ന രണ്ടായത്തുകളാണ്. കൂടാതെ അള്ളാഹു തആല ഒരു മലക്കിന്റെ സംരക്ഷണം നമ്മളെ ഏൽപ്പിക്കുന്നു പറയുന്നുണ്ട് അല്ലെ. ഒരു മലക്ക് നമ്മളെ സംരക്ഷണത്തിന് അള്ളാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. പുലരുവോളം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലെ. വുളൂഅൊക്കെ ചെയ്ത് പിന്നെ ഈ സൂറത്ത്, ഈ ആയത്തും അതുപോലെ ഇഖ്ലാസ്, ഫലക്, നാസ്, പിന്നെ ദിക്റുകള് ഉറങ്ങാൻ നേരത്തുള്ളതൊക്കെ കൃത്യമായി ചെയ്താല് അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം, മലക്കുകളുടെ പ്രാർത്ഥന, പിന്നെ ഈ രണ്ടായത്തുകളുടെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ പ്രകാശാണ് അല്ലെ. ഇതിലെ പ്രാർത്ഥന തന്നെ മതി, അള്ളാഹു എന്തായാലും സ്വീകരിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യം. സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ ഈ ആമന റസൂലും നമ്മൾ ഓതി ദുആ ചെയ്താല് അള്ളാഹു എന്തായാലും ആ പ്രാർത്ഥന സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാട്ടോ, ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അങ്ങനെ സൂറത്തുൽ ബഖറ അവിടെ കംപ്ലീറ്റ് ആയി, അൽഹംദുലില്ലാ. നമുക്ക് പിന്നെ സൂറത്തു ആല ഇമ്രാനാണ് ഈ ജുസയില് പിന്നെ കടന്നു വരുന്നത് അല്ലെ. സൂറത്തു ആല ഇമ്രാൻ ഈ ഒരു പേര് വരാൻ കാരണം തന്നെ എന്താണ്? ഇമ്രാൻ കുടുംബത്തെ കുറിച്ചാണ് ഈ സൂറത്തിൽ പരാമർശം വരുന്നത് അല്ലെ. ഈസ അലൈഹിസ്സലാമിന്റെ മാതാവിന്റെ പിതാവാണ് ആര്? ഇമ്രാൻ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഈ ഒരു പേര് വരാൻ കാരണം. പിന്നെ ഈ സൂറത്തിന്റെ തുടക്കത്തിലെ കുറെ ഭാഗങ്ങള് അവതരിക്കാൻ കാരണമായ പശ്ചാത്തലം പറയുന്നത്, നജ്റാനിൽ നിന്നുള്ള ഒരു ക്രിസ്തീയ പുരോഹിത സംഘം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പിന്നെ ഈ ഇങ്ങനെ അവരെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാദവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരോടുള്ള ഒരു ഖണ്ഡനമായിക്കൊണ്ടാണ് ഈ അധ്യായത്തിലെ തുടക്കത്തിലെ കുറെ ഭാഗങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് തുടക്കത്തിൽ അറിയാം അല്ലെ, ആയത്തുൽ കുർസിയിലെ ആയത്ത് പോലെയുള്ള തുടക്ക ഭാഗം അതും വളരെ ശ്രേഷ്ഠമായതാണ്. പിന്നെ ഇവിടെ അല്ലാഹു തആല തൗറാത്തും ഇഞ്ചീലും പിന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഈ ഒരു പിന്നെ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പരാമർശിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തണം എന്നുള്ളതും, അതൊക്കെ ഓരോ കാലഘട്ടത്തേക്ക് ഇറങ്ങിയതാണെങ്കിലും അവിടെ അതിലെല്ലാം എന്തുണ്ട്? ഹിദായത്ത്, മനുഷ്യർക്ക് ഹിദായത്തിന് വേണ്ടിയ കാര്യങ്ങളായിരുന്നു പിന്നെ എന്ന് പറയുന്നു. പിന്നെ ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കിയ ആയത്തുകളിൽ ചിലത് മുഹ്കമാത്തുകളുണ്ട്, മുത്തശാബിഹാത്തുകളുണ്ട് അല്ലെ. ചില ആയത്തുകൾ അതായത് സ്പഷ്ടമായിരിക്കും, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ, അത് ഒരു വായനയിൽ തന്നെ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ചിലത് പിന്നെ മുത്തശാബിഹായിട്ടുള്ള ആയത്തുകൾ വെച്ചാല് പിന്നെ ചിലപ്പോൾ നമുക്ക് അതിൽ ചില സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിന് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് ഈ ഖുർആനിൽ നിന്ന് തന്നെ വേറെ ഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കും. പക്ഷെ പിന്നെ ഇവിടെ പറയുന്നത് എന്താ അറിയോ, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ എന്താക്കുന്നറിയോ, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഇതിന്റെ പിന്നാലെ പോകും, സംശയമുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് ആൾക്കാർക്കിടയിൽ ഫിത്ന ഉണ്ടാക്കും. എന്നാൽ പിന്നെ അറിവിൽ അടിയുറച്ചവരെ കുറിച്ച് പറയുമ്പോൾ അവരെ അങ്ങനെയുള്ളവരെ നമ്മൾ ആകേണ്ടത് അല്ലെ. നമ്മൾ ആവേണ്ടത് ആരാണ്? അവരെന്ത് പറയും? യഖൂലൂന, 7-ാമത്തെ ആയത്താണ്, യഖൂലൂന ആമന്നാ ബില്ലാഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ. ഇതാ നമ്മൾ പറയേണ്ടത്. എന്താ പറയണ്ടേ? ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്ന് നമ്മൾ പറയണം. അതാണ് അറിവിൽ അടിയുറച്ചവരുടെ ആ ഒരു പ്രത്യേകത. ഒരിക്കലും നമ്മൾ സംശയങ്ങളുടെ പിന്നാലെ പോയിട്ട് പ്രശ്നങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ 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 നമ്മളെ ജീവിതത്തിലേക്ക് വേണ്ട അറിവിൽ അടിയുറച്ചവരുടെ ഒരു പ്രാർത്ഥനയായിട്ട് അല്ലാഹു തആല ഈ സൂറത്തിലെ 8-9 ആയത്തുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. നമ്മളെല്ലാരും എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇത് അല്ലെ. എന്താ? റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അള്ളാഹുവേ, ഞങ്ങളെ നീ ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങൾ നീ വഴികേടിലാക്കല്ലേ റബ്ബേ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് പ്രദാനം ചെയ്യണേ. ശരിക്കും നമ്മൾ വിചാരിക്കൂല, നമ്മളൊന്നും ഒരിക്കലും വഴിതെറ്റി പോകും നമ്മൾ വിചാരിക്കുന്നേ ഇല്ല അല്ലെ. പക്ഷെ നമ്മൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം. എത്രയോ ഹിദായത്തിൽ വന്ന ആളുകള്
തെറ്റിപ്പോയിട്ടുണ്ടെന്ന് അറിയോ? നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിയ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഇരിക്കണം. പിന്നെ എപ്പോഴും ഈ ഒരു പ്രാർത്ഥന നമ്മളെ കൂടെ ഉണ്ടാകണം. അള്ളാഹുവേ, ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് അവസരം തന്നിട്ട് അതിൽ നിന്ന് തെറ്റിപ്പോകാന്ന് പറയുന്നത് വലിയ നഷ്ടമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പഠിക്കണം. എല്ലാ നിസ്കാര ശേഷവും ഒക്കെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അള്ളാഹു താല പറയുന്നത് എന്താ പറയുക, കാഫിര്യങ്ങൾക്ക് അവരുടെ സമ്പത്തും മക്കളൊന്നും ഒരു തരത്തിൽ ഉപകാരപ്പെടൂല, അതൊക്കെ നരകത്തില് വിറകുകൊള്ളികളായിരിക്കും എന്ന് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ അള്ളാഹു വമ്പിച്ച ഒരു വിജയത്തെ കുറിച്ച് അള്ളാഹു താല പറയുന്നത്, അതായത് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അള്ളാഹു താല 13-ാമത്തെ ആയത്തില് നമുക്ക് അള്ളാഹു താല കാണുന്നത്. അത് രണ്ട് കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടിയ ആ ഒരു സന്ദർഭം, സുബ്ഹാനല്ലാഹ്, അതൊരു വലിയ ദൃഷ്ടാന്തം തന്നെയാണെന്നാ പറയുന്നത്. കാരണം എന്താ അറിയോ, വളരെ കുറഞ്ഞൊരു സംഘം വലിയൊരു സംഘത്തെ നേരിടുകയാണ് അല്ലെ. പക്ഷെ ആ എതിർ സംഘത്തിലുള്ള ശത്രുപക്ഷത്തിന് കാണുമ്പോ തോന്നുകയാണ് എന്ത്, യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അവരുടെ കണ്ണിന്റെ കാഴ്ചയിൽ ഇവര് ഇരട്ടിയായിട്ടുള്ളത് പോലെ അവർക്ക് തോന്നുന്ന ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം കൊണ്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ശക്തി പകർന്നു കൊടുത്ത ആ ഒരു ചരിത്രത്തെ ഒരു ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരും. സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പറയുക, അള്ളാന്റെ സഹായം ഉണ്ടാകും. അത് നമ്മൾ അല്ലേ, അവിടെ വിജയം വന്നത് എന്താ, അവര് പൂർണ്ണമായും റബ്ബിലേക്കാണ്, റബ്ബിന്റെ ഇസ്ലാമിന്റെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു അവരന്ന് അവിടെ ഒരു യുദ്ധം, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെ അവന്റെ സഹായം കൊണ്ട് അവരെ ശക്തിപ്പെടുത്തിയ ആ ഒരു കാര്യം അള്ളാഹു താല നമുക്ക് അറിയിച്ചു തരുന്നു. പിന്നെ അതിനുശേഷം അള്ളാഹു ഈ ദുനിയാവിലെ അലങ്കാരങ്ങൾ, അത് പിന്നെ സ്ത്രീകള്, മക്കള്, കൂമ്പാരമായി കൂട്ടിയിരിക്കുന്ന സ്വർണം, വെള്ളി, കൃഷി, അങ്ങനെ പലതിലും നമുക്ക് അള്ളാഹു താല അലങ്കാരം ആയി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അടുത്തുള്ളതാണ് ഏറ്റവും ഹൈറ്. അതാണ് ഏറ്റവും നമുക്ക് നിലനിൽക്കുന്നത്. അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലെ. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാ അൻഹാർ. അങ്ങനെ അവിടെ അള്ളാഹു തആലയുടെ തൃപ്തിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രാർത്ഥന വീണ്ടും 16-ാമത്തെ ആയത്തില് നല്ലൊരു പ്രാർത്ഥനയാണ്. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിനാ അദാബന്നാർ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, പിന്നെ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് നീ പാപങ്ങളെ പുറത്തു തരണമേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കണമേ എന്നുള്ളത്. പിന്നെ അള്ളാഹു തആല അതിനുശേഷം ആ വിശ്വാസികളെ ക്വാളിറ്റീസ് പറയാൻ നല്ല ക്വാളിറ്റീസ് പറയുന്ന അവർ ക്ഷമ, അല്ലെ, സ്വബർ, സിദ്ഖ്, സത്യസന്ധത, ഖാനിത്ത്, സൂക്ഷ്മത, ചെലവഴിക്കുന്നവരാണ്, മുൻഫിഖീൻ. പിന്നെ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അല്ലെ, അതായത് അത്താഴ വേളകളില് പാപമോചനം തേടുന്നവരാണ് അവര്. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ നോമ്പിലാണല്ലോ അല്ലെ, നമുക്ക് അത്താഴ വേളകൾ നമ്മളെല്ലാവരും സജീവമായിരിക്കുന്ന സമയത്ത് ഭക്ഷണപാചകങ്ങളിൽ മാത്രം ഒഴുകി സമയം ഇതാക്കാതെ പാപമോചനങ്ങൾ ധാരാളമായി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണേ. കാരണം ഇത് വിശ്വാസികളുടെ ക്വാളിറ്റീസ് ആണ്. ക്ഷമ വേണം, സത്യസന്ധത വേണം, സൂക്ഷ്മത വേണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സ് കാണിക്കണം, അതുപോലെ ഇസ്തിഗ്ഫാർ ധാരാളമായി അധികരിപ്പിക്കുക എന്നുള്ളത്. പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ മതം എന്നുള്ളത് അത് ഇസ്ലാമാണ്. ആ ഒരു കാര്യത്തെ നമുക്ക് അള്ളാഹു തആല അറിയിച്ചു തരുന്നു. ഒരിക്കലും നമ്മള് പിന്നെ അള്ളാഹുവിൽ അവിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പിന്നെ 26, 27 ആയത്തുകൾ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയത്തുകളാണ് കേട്ടോ. ഈ 2 ആയത്തുകളില് ഫുള്ളും അള്ളാഹുവിന്റെ പിന്നെ ഇതാ പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സിഫത്തുകളും ഇതൊക്കെ പറയുന്നത്. ഈ ഒരു 2 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തിട്ട് ദുആ ചെയ്താല് ആ ദുആ സ്വീകരിക്കുന്നു പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇവിടെ അസ്മാഉൽ ഹുസ്നയാ വരുന്നത് അല്ലെ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്. അങ്ങനെ ആ ഒരു ആയത്ത് ശരിക്കും 2 ആയത്തിലും അള്ളാഹു തആലയുടെ ഒരുപാട് വിശേഷണങ്ങളും നാമങ്ങളും മഹത്വങ്ങളും അതിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്.
അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പം ഈ ഒരായത്തിൽ അള്ളാഹുവിന്റെ ആ ഗുണവിശേഷണങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞ് നമ്മൾ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ ഈ രണ്ടായത്തുകൾക്ക് അങ്ങനെ ഒരു ശ്രേഷ്ഠത ഉണ്ട്. പിന്നെ അടുത്ത 28-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല എന്താ പറയുന്ന അറിയോ? നിങ്ങൾ ഒരിക്കലും കാഫിരീങ്ങളെ ഉറ്റമിത്രങ്ങളാക്കി വെക്കാൻ പാടില്ല. വിശ്വാസികളെ കൂടാതെ കാഫിരീങ്ങൾ അവിശ്വാസികളെ നമ്മൾ ഉറ്റമിത്രങ്ങളാക്കാൻ പാടില്ല. അവരോട് ബന്ധം പുലർത്താൻ പാടില്ല എന്നല്ല, പക്ഷെ നമ്മളിങ്ങനെ ഭയങ്കര ക്ലോസ് ആക്കി നിർത്തൂല, അങ്ങനെ പാടില്ല കേട്ടോ. അവരോട് എന്തായാലും ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം എന്താ വെച്ചാല് നിങ്ങൾ സൂക്ഷിച്ച നിങ്ങൾക്ക് നല്ലത് എന്ന് അല്ലാഹു തആല ഇവിടെ നമ്മളോട് പറയുന്നത്. യുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ 31-ാമത്തെ ആയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആയത്തുകളിൽ ഇഷ്ടമുള്ള ആയത്തുകളിൽ പെട്ട ഒരു ആയത്താണ് ഇത്. 31-ാമത്തെ ആയത്ത് അല്ലാഹു തആല എന്താ പറയുന്നത് അറിയോ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇത്തിബാ ചെയ്യാനാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മള് ഓരോരുത്തരും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു ആയത്താണ്. അള്ളാഹിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹിന്റെ ഇഷ്ടം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാന്നുള്ളത്. അതിലൂടെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും, നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരുന്ന പറയുന്നത്. എത്ര വലിയൊരു അനുഗ്രഹാന്നല്ലേ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് എത്ര നമ്മളെ ദിവസേനയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ സുന്നത്ത് ഫോളോ ചെയ്യാൻ നമുക്ക് അവസരങ്ങളുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോ ബിസ്മില്ല എന്ന് തുടങ്ങിയ അതൊരു സുന്നത്തായില്ലേ അല്ലെ? നമ്മൾ വലത്തേതിനെ മുന്തിച്ചാല് എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു സുന്നത്ത് നമുക്ക് പാലിക്കാം. സുബ്ഹാനല്ലാഹ്, അവിടെയൊക്കെ അള്ളാന്റെ ഇഷ്ടമാണ് അല്ലേ? അള്ളാഹിനോട് നമുക്ക് അത്രക്ക് ഇഷ്ടം ഉണ്ടാവണം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴില്ലേ ആ ഇഷ്ടത്തോടെ ചെയ്യുമ്പോ ഇല്ലേ അതിന് ഭയങ്കര പ്രതിഫലം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്ത് നമ്മള് പിന്നെ കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരു മറ്റേ ജോലി ചെയ്യുന്ന പോലെ അങ്ങനെ ആകാൻ പാടില്ല. അതുപോലെ തന്നെ പേടിച്ച് അള്ളാഹു ശിക്ഷിക്കുമല്ലോ, ശിക്ഷ വരുമല്ലോ, അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാവുമല്ലോ എന്ന് പേടിച്ച് അങ്ങനെ അതൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോ പിന്നെ കാറ്റഗറിയാണ്. പക്ഷെ ഇതിനേക്കാളെല്ലാം ടോപ്പ് ലെവല് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹിനോട് ഇഷ്ടം കൊണ്ട് അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടണം അല്ലെ? ഞാൻ അള്ളാഹിനെ അത്രക്ക് അള്ളാഹിനെ എനിക്ക് ഇഷ്ടാ. അതുകൊണ്ട് അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടണം. അള്ളാഹിനോട് ഇഷ്ടം കൂടിയിട്ട് ഇങ്ങനെ നിസ്കരിക്കുകയും ഖുർആൻ ഓതിയും ദുആ ചെയ്യൊക്കെ ചെയ്യുമ്പോ അതിന് ഭയങ്കര ഒരു രസം തന്നെയായിരിക്കും. ഭയങ്കര ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വീണ്ടും പറയില്ല, അത്തിയുല്ലാഹ വറസൂൽ ഫഇൻ തവല്ലു ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. പിന്നെ അതിനുശേഷം അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമിന്റെ, നൂഹ് നബി അലൈഹി സ്വലാമിനെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും അതുപോലെ ഇമ്രാൻ അലൈഹി സ്വലാമിനെ അള്ളാഹു തആല ലോകരിൽ ശ്രേഷ്ഠരാക്കിയ കാര്യം പറയുന്നു. അതിനുശേഷം ആണ് നമുക്ക് ഈ മറിയം ബീവി അലൈഹി സ്വലാമിന്റെ ചരിത്രം, ഈസാ അലൈഹി സ്വലാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 35-ാമത്തെ ആയത്ത് മുതൽ. അതായത് പിന്നെ നമുക്കറിയാം പിന്നെ ഇമ്രാന്റെ ഭാര്യ അല്ലെ ഹന്ന, അവർ പിന്നെ നേർച്ച നേർന്ന് എന്താണ്, എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞ് അല്ലെ അത് പ്രസവിച്ചാല് ഞാന് പള്ളിയിലേക്ക് ഇതാക്കുന്നു നേർച്ച നേർന്നു. പക്ഷെ അവര് പ്രസവിച്ചപ്പോ അത് പെൺകുട്ടിയായി പോയി. പക്ഷെ എന്താ ചെയ്യാ, അവര് മറിയമെന്ന് പേരിട്ട് പിന്നെ പിശാചിൽ നിന്ന് രക്ഷ ചോദിച്ച് അങ്ങനെ അള്ളാഹു തആല അവരുടെ ആ നേർച്ച അള്ളാഹു തആല സ്വീകരിച്ച് പിന്നെ ആ പള്ളിയിലേക്ക് അല്ലെ അവിടെ അവരാക്കി. അവിടെ അവരുടെ ഉത്തരവാദിത്തം സക്കരിയ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ച് അവിടെ വെച്ച് സക്കരിയ നബി ഒരു ദൃഷ്ടാന്തം കാണുകയാണ് അല്ലെ. മറിയം ബീവിന്റെ അടുക്കൽ ചെല്ലുമ്പോ അവര് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാണുന്ന അന്ന് അവിടെ കിട്ടാത്ത പലതും കണ്ടപ്പോ അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. മറിയം ബീവിയോട് ചോദിക്കുന്നുണ്ടല്ലോ, എവിടുന്നാണ് എനിക്ക് ഇതൊക്കെ? അപ്പൊ അവർ പറയുന്നുണ്ടല്ലോ, ഇത് എന്റെ റബ്ബ് അള്ളാന്റെ അടുത്തുന്ന എന്ന് പറയുന്നത്. ആ സമയത്ത് പിന്നെ
സക്കരിയ നബി അലൈഹി സ്വലാം ദുആ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കൊരു പാഠമുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ ഖുദ്റത്തുകൾ കാണുമ്പോൾ അവിടെ നമുക്ക് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്നുള്ളതാണ്. അവര് ഈ സക്കരിയ അലൈഹി സ്വലാം മക്കളില്ലാതെ ഭയങ്കരമായി പ്രയാസപ്പെടുന്ന സമയത്താണ് പിന്നെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ അവിടെ വെച്ച് അവർ ദുആ ചെയ്യുന്നല്ലേ, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഇതെല്ലാവർക്കും പ്രാർത്ഥിക്കാട്ടോ, മക്കളുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പ്രാർത്ഥിക്കാം. അള്ളാഹു നീ എനിക്ക് നല്ല സന്താനത്തെ പ്രദാനം ചെയ്യണേന്നാണ്. തുര്യ തൊയ്യബായ ഒരു സന്താനത്തിന് നിനക്ക് നൽകണമേന്ന്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹു താല സന്തോഷ വാർത്ത അറിയിക്കുന്നല്ലേ, ഒരു പ്രവാചകൻ യഹ്യാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല അദ്ദേഹത്തിന് നൽകി. സുബ്ഹാനല്ലാഹ്. അവിടെയും ഒരു ദൃഷ്ടാന്തം എന്തായാലും, അവരെ വയസ്സായി, അവിടെ ഭാര്യ ആണെങ്കിൽ മച്ചിയാന്ന്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ആ ഒരു ഇത് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതിനുശേഷം മറിയം ബീവി അലൈഹി സ്വലാമിനോട് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അല്ലെ. അവിടെ ശരിക്കും പറഞ്ഞാല് മറിയം ബീവിയും പിന്നെ വളരെ പിന്നെ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ടല്ലേ, റബ്ബി ഖാലത്ത് റബ്ബി അന്നാ യകൂനു ലീ വലദുൻ വലം യംസസ്നി ബശർ. ഒരു പുരുഷൻ എന്നെ സ്പർശിക്കാതെ ഞാൻ എങ്ങനെ ഒരു കുഞ്ഞ് എനിക്കുണ്ടാകാ അല്ലെ. അപ്പോഴും അള്ളാഹു തആല പറയുന്നുണ്ടാ, കാര്യങ്ങളൊക്കെ അപ്രകാരം തന്നെയാണ്. ഖാല കദാലിക ഇല്ലാഹു യഖ്ലുഖു മാ യശാ ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അള്ളാഹ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുക കൊണ്ട് അപ്പോഴേക്കത് ഉണ്ടാകും. അതുകൊണ്ട് അതിലൊന്നും നീ ഭയപ്പെടേണ്ട, വിഷമിക്കണ്ട. ശരിക്കും പറഞ്ഞാല് ഇതൊക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളാണ് അല്ലെ. ഈസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല ലോകത്തിൽ ശ്രേഷ്ഠരാക്കി, പിന്നെ തൊട്ടിലിൽ സംസാരിച്ചു, അങ്ങനെ പിന്നെ പിന്നെ അദ്ദേഹത്തിന് നൽകിയ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അതിനുശേഷം പറയുന്നുണ്ട് അല്ലെ. അതായത് കളിമണ്ണിൽ നിന്ന് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കി ജീവൻ നൽകിയതിന്, അതൊക്കെ അള്ളാഹുവിന്റെ അനുമതിയോട് കൂടിയാണ്. ബി ഇദ്നില്ല എന്ന് പറയുന്നുണ്ട് 49-ാമത്തെ ആയത്തില്. അതുപോലെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് കാഴ്ച നൽകി, മരിച്ച ഒരാളെ ജീവിപ്പിച്ചു, പിന്നെ അവരുടെ വീടുകളിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു. അതൊക്കെ എന്താണ്, എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്. ഇതെല്ലാം കാണിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാന്ന്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ അല്ലെ. എന്റെയും നിങ്ങളുടെ ഒക്കെ റബ്ബ് അള്ളാഹു ആണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈസാ അലൈഹി സ്വലാം വന്നത്. പക്ഷെ പിന്നെ അവിടെയും എന്ത് സംഭവിച്ചു? അവരുടെ വിശ്വാസത്തില് കലർപ്പ് വന്നില്ലേ. അവര് ഈസാ അലൈഹി സ്വലാമിന് ചില ഒരു വിഭാഗം അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അല്ലെ. ജൂതന്മാര് അവര് വിശ്വസിച്ചില്ല, അവരെന്താക്കി, ഈസാ നബിയെ കൊല്ലാൻ തീരുമാനിച്ച്. പിന്നെ അവർ തന്ത്രം പ്രയോഗിച്ച്. എന്നാൽ അള്ളാഹു തആല അതിനേക്കാളും വലിയ തന്ത്രം പ്രയോഗിച്ചതിനെ കുറിച്ച് 54-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഈസാ അലൈഹി സ്വലാമിനെ അവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അള്ളാഹു തആല എന്താ ചെയ്തത്? അദ്ദേഹത്തെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി അല്ലെ. അതിന് പകരം വേറൊരാളെയാണ് അവര് ക്രൂശിച്ചത്. പക്ഷെ അവരത് അറിയുന്നില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈസാ അലൈഹി സ്വലാമിന്റെ ഈ ഒരു ഇതിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ മുസ്ലിമായ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാണ്. അദ്ദേഹം ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല അല്ലെ അവസാന അന്ത്യദിനം അടുക്കുമ്പോൾ ഈസാ അലൈഹി സ്വലാമിന് അള്ളാഹു തആല ആകാശത്തുനിന്ന് താഴെ ഭൂമിയിലേക്ക് നിയോഗിക്കും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഇങ്ങനെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈസാ അലൈഹി സ്വലാമിന്റെ പിന്നെ ജന്മം എന്നുള്ളത് ആദം അലൈഹി സ്വലാമിന്റെ പോലെയാണ് എന്ന് അള്ളാഹു തആല ഇവിടെ പറയുന്നുണ്ട്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് അല്ലെ. അദ്ദേഹത്തെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിലും ഇവിടെ അള്ളാഹു തആല ഒരു പിതാവില്ലാതെ ആണ് ഈസാ അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഒക്കെ നമുക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും കാര്യങ്ങളെയൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതിനുശേഷം 61-ാമത്തെ ആയത്തില് ഈ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ക്രിസ്തീയ നിവേദക സംഘം, നജ്റാനിൽ നിന്ന് വന്ന ക്രിസ്തീയ നിവേദക സംഘം, ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്നപ്പോ മുബാഹലക്ക് ക്ഷണിക്കുന്നുണ്ട്. മുബാഹല എന്ന് പറഞ്ഞാല് പരസ്പരമുള്ള ശാപപ്രാർത്ഥനയാണ്. അതായത് നമ്മൾ പറയുന്നതാണ് ശരിയെങ്കിൽ പിന്നെ അല്ല, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങളുടെ മേലെ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് സ്വയം ഇതാക്കുന്ന ഒരു ഇത്. അവര് പക്ഷെ അതിന് തയ്യാറായില്ല. കാരണം അവർക്കറിയാം അവർ പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അവിടെ ആ ഒരു വിഷയം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം വേദക്കാരായ ആളുകളെ കുറിച്ചിട്ടാണ് പിന്നെയും ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഓരോ കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരികയാണ്.
പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അവര് വാദിക്കുന്നെങ്കിൽ ഇബ്രാഹിം നബി ഒരിക്കലും എന്തല്ല ജൂതനോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല അല്ലെ. ഇബ്രാഹിം നബി അതിനെ തൗറാത്ത് ഇഞ്ചീലൊക്കെ വരുന്നതിനേക്കാളും മുമ്പേ പിന്നെ വന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ഇവരൊന്നും വാദിക്കുന്ന ആ രീതിയിലുള്ള യാതൊരു വാദവും അവർക്ക് വില പോകില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അല്ലാഹു തആല മനസ്സിലാക്കി തരാണ്. പിന്നെ ഈ ജൂതന്മാരുടെ ഓരോ പിന്നെ പ്രവർത്തനങ്ങൾ, അതായത് പിന്നെ അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കാന്ന് മാത്രമല്ല പരസ്പരം സത്യവും അസത്യവും, നമ്മൾ നേരത്തെ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്ത് ആൽ ഇംറാനിലും അല്ലാഹു തആല അതേപോലെ തന്നെ ആയത്തുകൾ അതുപോലെ തന്നെ അല്ലാഹു തആല ഇവിടെ കൊടുത്തിട്ടുണ്ട്. സത്യവും അസത്യവും കൂട്ടിക്കലർത്ത, പിന്നെ പകലിന്റെ ആദ്യത്തില് വിശ്വസിക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അവിശ്വസിക്കുക, അങ്ങനെയൊക്കെയുള്ള നേരായ മാർഗത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ഈ ജൂതന്മാര് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു തആല പറയുമ്പോൾ അവിടെ അല്ലാഹു തആല പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുതീഹി മൻ യശാ. 73 സോറി. പിന്നെ എന്താണ് ഈ ഫദ്ൽ എന്ന് പറയുന്നത് അള്ളാന്റെ കൈകളിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ നൽകുന്നത്. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അള്ളാഹു അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവന്റെ റഹ്മത്ത് പ്രത്യേകമായി ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു, ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയൊക്കെ നമുക്ക് ഖുർആൻ പഠിക്കാനും ദീനിയായ കാര്യങ്ങൾ അറിയാനും ഒക്കെ സാധിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം അല്ലെ. അതുപോലെ തന്നെ നാളെ നമുക്ക് പരലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിലും അവിടെ എന്ത് വേണം? അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ നമുക്കതിന് സാധിക്കൂല. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ ഓർമ്മിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ റഹ്മത്തിന് കാരുണ്യത്തിന് പാത്രമാകുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ നേരത്തെ നമ്മൾ ബഖറയിൽ പറഞ്ഞ പോലെ തന്നെ അതായത് പിന്നെ തുച്ഛമായ വിലക്ക് കരാറുകളെയും മറ്റു കാര്യങ്ങളെയും പിന്നെ വിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് പിന്നെ അവർക്ക് പരലോകത്തിൽ യാതൊരു ഓഹരിയും ഇല്ല. അത് മാത്രല്ല അല്ലാഹു തആല അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരെ നോക്ക് പോലും ഇല്ല എന്ന് പറയുന്നു. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലെ. അള്ളാഹ് പരലോകത്ത് എത്തിയിട്ട് അള്ളാഹ് അവരോട് സംസാരിക്കൂല, അവരോട് നോക്കൂല, അവരെ സംസ്കരിക്കൂല, അവർക്ക് വേദനയേറെ ശിക്ഷ ഉണ്ട് എന്ന് പറയുമ്പോ 77-ാമത്തെ ആയത്ത്, നമ്മൾ ഒരിക്കലും ആ ഒരു ഗണത്തിൽ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ അതിനെ തൊട്ടൊക്കെ അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ ചോദിക്കണം. ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോ ഇതിന്റെ അർത്ഥം അറിഞ്ഞു ഓതുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ദുആ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് ഇങ്ങനെ ഓതുമ്പോ തന്നെ അതിന്റെ അർത്ഥങ്ങൾ കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്താക്കണം? ആയത്തുകൾ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. എന്നാലേ നമുക്ക് ഈ ഖുർആൻ കൊണ്ട് അതിന്റെ ശരിയായ ഹുദല്ലിന്നാസ് എന്ന് പറഞ്ഞ ആ ഹുദ കിട്ടണമെങ്കിൽ നമ്മൾ വെറും പാരായണക്കാരായാൽ മാത്രം പോരാ. ഇതിന്റെ അർത്ഥവും ആശയവും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെന്താ വരുന്നത്? ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണെ. കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. എല്ലാം മനസ്സിൽ നിൽക്കുന്നുണ്ടോ ആവോ, ഉപകാരപ്പെടുന്നുണ്ടാവോ എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ഇത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവണം. ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കണം, പഠിച്ചവനെ എനിക്ക് ഇതൊക്കെ വിശദമായി പഠിക്കാൻ നീ അവസരങ്ങൾ ഒരുക്കി തരണേ അള്ളാഹ്, ഇതിനെ കൂടുതൽ അടുത്തറിയാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാല് അള്ളാഹു നമുക്ക് അതിനുള്ള വഴി ഒരുക്കി തരും തീർച്ചയായിട്ടും. പിന്നെ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളതും അതാണ് 84-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അള്ളാന്റെ ഇസ്ലാം ദീനല്ലാത്ത വേറൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പരലോകത്ത് നഷ്ടമായിരിക്കും. പിന്നെ ആ ഒരു വിഷയം നമ്മൾ വളരെ ഓർമ്മിക്കാം. പിന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നില്ലേ, പിന്നെ അതായത് പിന്നെ അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിനെ വിശ്വസിക്കാതെ അവിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു ശിക്ഷ നൽകും പറയുന്നുണ്ട്. എന്നാൽ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഇതേ ആയത്ത് സൂറത്തുൽ ബഖറയിലും വന്നിട്ടുണ്ട് അല്ലെ. അതായത് തൗബ ചെയ്യുകയും പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുകയും ചെയ്തവരൊഴികെ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കും. അവർ നിലപാടുകൾ നന്നാക്കി, അവർ കർമ്മങ്ങൾ നന്നാക്കിയാൽ തീർച്ചയായും അള്ളാഹു തആല അവരുടെ തൗബ സ്വീകരിക്കും. നേരെ മറിച്ച് പിന്നെ
ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ അല്ലെ, സെയിം ആയത്ത് ഏകദേശം സാമ്യതകളായ തന്നെ സൂറത്തുൽ ബഖറയിലുണ്ട്. അവിശ്വാസിയായിക്കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവരിൽ നിന്ന് ഭൂമി മുഴുവനും സ്വർണം പ്രായശ്ചിത്തം നൽകിയാൽ അള്ളാഹു താല സ്വീകരിക്കൂല എന്ന് പറയുന്നത്. അവർക്കൊരു സഹായം ഉണ്ടാകൂല, അവർക്ക് വമ്പിച്ച ശിക്ഷയായിരിക്കും ഉണ്ടാകുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആയത്ത് കൂടി പറഞ്ഞിട്ടാണ് ഈ ഒരു ജുസ് പൂർത്തിയാകുന്നത് അല്ലെ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ പുണ്യം നേടാൻ സാധിക്കൂല എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ചെലവഴിക്കുന്ന വിഷയത്തില് ഏറ്റവും നല്ലത് ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കാൻ. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തിനോടെങ്കിലും അല്ലെ, സഹാബാക്കളൊക്കെ ഈ ആയത്ത് കേട്ടതിന് ശേഷം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ വളരെ ചരിത്രങ്ങളെ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തിനോടെങ്കിലും പ്രത്യേക ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതപ്പാട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് കൊടുത്തേക്കും പോലും. കാരണം അള്ളാഹിനെ കട്ടി വലുത് അല്ലെ വേറെ ഒന്നും എനിക്കില്ല എന്നുള്ള അത്രയും നമുക്ക് ഈ ദുനിയാവിൽ എന്തിനോടൊക്കെയോ ഇഷ്ടം തോന്നൂലേ, അത് നമ്മൾ എന്താക്കണം അപ്പോ നമ്മളതങ്ങ് കട്ട് ചെയ്തേക്കണം. എന്ന് വെച്ചാൽ അത് അള്ളാഹിന്റെ മാർഗത്തിൽ നമുക്ക് അങ്ങ് കൊടുക്കാനുള്ള ഒരു മനസ്സ് വരണം. എന്ന് വെച്ചാൽ നമ്മൾ ദുനിയാവിനോടില്ലേ അധികം ഇഷ്ടം വെച്ച് നടക്കുന്നത് നല്ലതല്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഹൃദയം കൊണ്ട് കേട്ട് പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും ഉപരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ നല്ലപോലെ പഠിച്ചതായിരുന്നു, അതുകൊണ്ട് എനിക്ക് എത്രയെങ്കിലും പറയാൻ പറ്റി. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി നല്ല രീതിയിൽ പറഞ്ഞു തരണം എന്ന ആഗ്രഹത്തോടെയാണ് ഉള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ റംലാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ പുണ്യങ്ങളും പരമാവധി നേടാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിന്റെ തൃപ്തിയും പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد